ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ നോക്കുന്നത് ജ്ഞാനേന്ദ്രപതി രചിച്ച ബീജ് വ്യത എന്ന പോയത്തിന്റെ സമ്മറിയാണ്. कवि कहते हैं जो बीज पहले बखारी में बंद कर कुंठलों में सहेज कर हांडियों में जुगोए दिनों दिन सूखते देखते थे मेघ स्वप्न, वे चिलकती दोपहरियों में उठंगी देर की मूंदी आंखों से अनींदे गो के अनमोद गोकू से निकलकर खेतों में पीली तितलियों की तरह मंडराते थे. आज उनकी हालत ബദൽ ഗയി ഹെ. അതായത് ഇത് വലിയൊരു സെന്റൻസ് ആണ്, ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അതായത് ആ ഒരു പോയത്തെ ലൈൻസ് തന്നെയാണ് സെന്റൻസ് ആക്കി എഴുതിയിട്ടുള്ളതും. പക്ഷെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ മീനിങ് പറയുകയാണെങ്കിൽ കവി പറയുന്നത് ഏത് ബീജ്, ഏത് വിത്തുകളാണോ ഈ ബഖാരി, കുണ്ഠൽ, ഹാണ്ടി എന്നൊക്കെ പറയുന്നത്, ഈ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്ന, ഈ സീഡ്സ് സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്ന പാത്രങ്ങൾ, അതുപോലെ തന്നെ സ്റ്റോർ ഹൗസസിനൊക്കെയാണ്. അതിലൊക്കെ ഇരുന്നു കൊണ്ട് ചിലക്തി ദുപഹരിയുമേ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വിൻഡോസിലൂടെ പുറത്ത് കടന്ന്, ഗോഖോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് എന്നാണ്. അപ്പം ഈ വിൻഡോസിലൂടെ പുറത്ത് കടന്ന് ഖേത്തുകളിലെ, വയലുകളിലെ പീലി തിത്തിലിയും കീ തര, യെല്ലോ ബട്ടർഫ്ലൈസിനെ പോലെ ഇങ്ങനെ പറന്ന് നടക്കാനുള്ള സ്വപ്നം കണ്ടിരുന്ന വിത്തുകൾ. ആജ് ഉൻകി ഹാലത്ത് ബദൽ ഗയി ഹെ. ഇന്ന് അവരുടെ കണ്ടീഷൻ മാറിയിരിക്കുകയാണ്. അതായത് കവി ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ സ്റ്റോർ ഹൗസസിലും മറ്റ് പല പാത്രങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്തിരുന്ന യെല്ലോ കളറിലുള്ള സീഡ്സ്, ആ ഒരു സീഡ്സ് നമ്മൾ വിതയ്ക്കുന്ന സമയത്ത് അത് മഞ്ഞ പൂമ്പാറ്റകളെ പോലെയാണ് ഈ വയലുകളിൽ കാണപ്പെടുന്നത്. അപ്പം അങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ബീജുകള്, വിത്തുകള്, അതിന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെയല്ല, അത് മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ ഇത്രയും വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസില്. वे अनन्य अन्नों के एकल बीज, अनादि जीवन परंपरा के अंतिम वंशज, भारत के अन्नमय केश के मधुमय प्राण തിത്ലിയും की तरह ही മാർ ദിയേ ഗയേ ഹെ. അപ്പം ഈ ഒരുപാട് ആൾക്കാരുടെ അന്നമായിട്ട് മാറിയ ഒരു ജീവൻ പരമ്പരയുടെ തന്നെ അന്തിം വംശജ് എന്ന് പറഞ്ഞ അവസാനത്തെ കണ്ണികൾ, ആ ഒരു ജനറേഷന്റെ അവസാനത്തെ കണ്ണികളായിട്ടുള്ള ഭാരത് കെ അന്നമയ് കോശ് കെ മധുമയ് പ്രാൺ, ഭാരതത്തിന്റെ എന്താണ് മെയിൻ ആയിട്ടുള്ള ഫുഡ് സോഴ്സ് ആയിരുന്ന ഈ ഗ്രെയിൻസ്, തിത്ലിയോ ഈ സീഡ്സ് തിത്ലിയോ കി തരഹി മാർ ദിയേ ഗയേ ഹെ, പൂമ്പാറ്റകളെ പോലെ തന്നെ ഇന്ന് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പൂമ്പാറ്റകളെ പോലെ അവയെ കൊന്നൊടുക്കി കഴിഞ്ഞു. मरी पूर्वी तितलियों की तरह जतन से संजो रखे गए हैं वे सुदूर पश्चिम के जीन बैंक में. അതായത് ചത്തുപോയ ഈ ഈസ്റ്റേൺ ബട്ടർഫ്ലൈസിനെ പോലെ, പൂരബ് എന്ന് വെച്ചാൽ ഈസ്റ്റ് എന്നാണ്, ഇന്ന് അവർ സ്റ്റോർ ചെയ്ത് വെക്കപ്പെട്ടിരിക്കുകയാണ്. എവിടെയാണ്? സുദൂർ പശ്ചിം കെ ജീൻ ബാങ്ക് മേ, ഒരുപാട് ദൂരെയുള്ള ആ വെസ്റ്റേൺ ജീൻ ബാങ്ക്സിലും അതുപോലെ തന്നെ ബീജ് സംഗ്രഹാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീഡ് ഹൗസസിലൊക്കെയാണ്, സീഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളിൽ അവയെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. कवि कहते हैं सुदूर पश्चिम उतना ही दूर है जितना निवाले से मुंह. അതായത് കവി പറയുന്നത് ഈ സുദൂർ പശ്ചിം, ഒരുപാട് ദൂരെയുള്ള വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറയുന്നത് എത്ര ദൂരമേ ഉള്ളൂ, ഈ നമ്മുടെ വായുടെ അടുത്ത് നിന്ന് ഫുഡ് എത്ര ദൂരെയാണോ ഉള്ളത് അത്രയും തന്നെ ദൂരമേ ഇത് തമ്മിലുള്ളൂ. സുദൂർ പശ്ചിം പുരാതൻ മായാവി സ്വർഗ കാ ആധുനിക് പ്രതിരൂപ ഹെ. പണ്ടുണ്ടായിരുന്ന മായാവി സ്വർഗത്തിന്റെ മോഡേൺ ആയിട്ടുള്ള ഒരു രൂപമാണ് ഈ പശ്ചിം, സുദൂർ പശ്ചിം എന്ന് പറയുന്നത്. पश्चिम वह नंदन वन है जहां से निकल कर आते हैं वे पुष्ट दुष्ट संकर बीज भारत के खेतों में छा जाने के लिए. ഈ സുദൂർ പശ്ചിം എന്ന് പറയുന്നത് ഒരു നന്ദനവനമാണ്. എവിടെ നിന്നാണോ ഈ പുഷ്ട് ദുഷ്ട സങ്കർ ബീജ് വരുന്നത്, സങ്കർ ബീജ് എന്ന് വെച്ചാൽ ഹൈബ്രിഡ് എന്നാണ്. ഭാരത് കെ ഖേത്തോ മേ ഛാ ജാനെ കെ ലിയെ, ഈ ഭാരതത്തിലെ വയലുകളിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് എവിടെ നിന്നാണോ ഈ ദുഷ്ടരായ
ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡ്സ് വരുന്നത് ആ ഒരു നന്ദനവനമാണ് ഈ സുദൂർ പശ്ചിം എന്ന് പറയുന്നത്. ദുബ്ലെ ഏകൽ ഭാരതി ബീജോं को बहिया कर वे आक्रांता बीज ടിഡ്ഡി ദലോं की तरह छा जाते हैं. അപ്പം ഈ ആക്രാന്തരായിട്ടുള്ള ഈ സീഡ്സ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭാരതത്തിലെ നേറ്റീവ് ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള സീഡ്സിനെ എല്ലാം വേണ്ടാന്ന് വെക്കുന്നു. അതിനെയൊക്കെ ഒഴുക്കി കളഞ്ഞിട്ടാണ് ഈ ബീജ് ടിഡ്ഡി ദലോं की तरह छा जाते हैं എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുകിളികളെ പോലെ സ്പ്രെഡ് ചെയ്യുന്നത്. वे आकाश भूमि को अंदराते हैं और आकर यहाँ की मिट्टी में जड़े जमाकर फैल फूल जाते हैं. അപ്പം ഈ ബീജുകൾ, ഈ സങ്കർ ബീജ് ഇങ്ങോട്ട് വന്നിട്ട് ഭാരതത്തിൽ വന്നിട്ട് ഇവിടത്തെ ആകാശത്തിനെയും ഭൂമിയെയും ഡാർക്ക്നെസ് കൊണ്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഇവിടെ ആകാശത്തിലും ഭൂമിയിലും എന്താണ്, അന്ധേര, ഡാർക്ക്നെസ് സ്പ്രെഡ് ചെയ്യുന്നു. എന്നിട്ട് യഹാ കി മിട്ടി മേ ജഡി ജമാക്കർ ഫേൽ ഫൂൽ ജാത്തെ ഹെ. ഇവിടുത്തെ മണ്ണിൽ വന്നിട്ട് അതിന്റെ ജഡേ ജമാന എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ റൂട്ട്സ് ഒക്കെ സ്ട്രോങ്ലി സ്പ്രെഡ് ചെയ്ത് ഈ സീഡ്സ് ഇവിടെ സ്പ്രെഡായി വരുന്നു. ഫേൽ ഫൂൽ ജാന എന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്യുക, അതുപോലെ തന്നെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നു. ഉൻകെ പീछे पीछे रासायनिक खादों और कीटनाशकों के जहरीले संयंत्रों की आयादी टेक्निक आती है. ഇനി ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡ്സ് വന്നതിന് ശേഷം അതിന്റെ പിന്നാലെ വരുന്നതാണ് രാസായനിക് ഖാദ് എന്ന് വെച്ചാൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓർ കീടനാശക്, എന്താണ്, പെസ്റ്റിസൈഡ്സ്, ഇത് ഒക്കെ വരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്സ് വരുന്നു. वे बीज आकर भारत के बीजों का घर उजाड़ देते हैं और अपना घर भर देते हैं. ऐसा आयातित टेक्निक अपने साथ लेकर आते हैं. അപ്പൊ ഈ ബീജുകള് ഭാരതത്തിൽ വന്നിട്ട് ഇവിടെയുള്ള ബീജുകളെ ഇല്ലാണ്ടാക്കുന്നു, എന്നിട്ട് സ്വയം അങ്ങോട്ട് ഫ്ലറിഷ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ടെക്നിക്സും കൊണ്ടാണ് ഈ ബീജുകൾ വരുന്നത്. यह आयाती तकनीक यहाँ के अन्य जल में जहर भर देती है, माँ के दूध तक में जहर भर देती है. അപ്പോ ഇങ്ങനെയുള്ള ഈ ടെക്നിക്സ്, ഈ മോഡിഫൈഡ് ആയിട്ടുള്ള, ഈ മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം എന്താണ്, ഭാരതത്തിലെ അന്നജൽ മേ ജഹർ ഭർ ദേത്തെ ഹെ. ജഹർ എന്ന് പറഞ്ഞാൽ പോയിസൺ എന്നാണ്. അപ്പം ഇവിടത്തെ ഫുഡിലും ഇവിടത്തെ ജലത്തിലും ഒക്കെ പോയിസൺ നിറയ്ക്കാണ് ഇത്തരം ടെക്നിക്സ് ചെയ്യുന്നത്. മാക്ക് ദൂത് തക് മേ ജഹർ ഭർ ദേത്തി ഹെ. അതായത് ഒരു അമ്മയുടെ മുലപ്പാലിൽ വരെ പോയിസൺ നിറയ്ക്കാണ് ഈ ടെക്നിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരത് കെ ബീജ് ജോ ഇസ് ഭൂമി കെ അദ്ഭുത ജീവൻ സ്ഫുലിംഗ അന്നാത്മ അനന്യ थे, अब बस बूढ़े किसानों की स्मृति में ही बचे हुए हैं. ഭാരതത്തിലെ ഈ സീഡ്സ് മുമ്പ് ഭൂമിയിലെ അത്ഭുതകരമായിട്ടുള്ള ജീവന്റെ സ്ഫുലിംഗങ്ങളായിരുന്നു, ജീവന്റെ കണികകളായിരുന്നു. ഇങ്ങനെ അനന്യമായ അന്നാത്മ എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ ആളുകൾക്ക് അന്നമായി മാറിയിരുന്ന ഈ ബീജ്, ഭാരതത്തിലെ ബീജ് അബ് ബസ് ബൂഢേ കിസാനോ കി സ്മൃതി മേ ഹി ബച്ചേ ഹുവേ ഹെ. ഇപ്പം ഈ വൃദ്ധരായിട്ടുള്ള കർഷകരുടെ ഓർമ്മയ്ക്കായി മാത്രമാണ് ഇവിടെ ബാക്കിയായിട്ടുള്ളത്. വേ ദിനോ ദിൻ ധുന്ദലാത്തെ ദൂർ സേ ദൂർ തർ ഖോയെ ജാത്തെ ഹെ നിർജൽ അതീത് മേ. ആ ബീജുകള് ഓരോ ദിവസവും ധുന്ദലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ, ദൂർ സേ ദൂർ ഖോയെ ജാത്തെ ഹെ, ഇങ്ങനെ മങ്ങി മറഞ്ഞ് ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിർജൽ അതീത് മേ, അതീത് എന്ന് പറഞ്ഞാൽ എന്താണ്, പാസ്റ്റ്. അങ്ങനെ പാസ്റ്റില് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാരതത്തിലെ നേറ്റീവ് ആയിട്ടുള്ള ബീജ് എന്ന് പറയുന്നത്. വേ ജാത്തെ ജാത്തെ സജൽ ആഖോं से हमें देखते हैं और हमारी भी आंखें സജൽ ഹോ ജാത്തി ഹെ. അങ്ങനെ മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിത്തുകള് നമ്മെ നിറകണ്ണുകളോടുകൂടി നോക്കുന്നത് പോലെ നമുക്ക് തോന്നും. അങ്ങനെ അവയെ കാണുമ്പോൾ നമ്മുടെ കണ്ണും നിറഞ്ഞു വരും എന്നാണ് പറയുന്നത്. കി उन्हें बस अंजुरी भर ही जल चाहिए था जीते जी सिंचन के लिए और अब तर्पण के लिए भी. എന്തിനാണ് നമ്മുടെ കണ്ണ് നിറയുന്നത്, ഈ വിത്തുകൾക്ക് ഒരു അഞ്ജുരി ഭർ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ജലി, ഒരു കൈവെള്ളയിൽ കൊള്ളുന്ന അത്ര വെള്ളം മാത്രമേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ, സിഞ്ചൻ കെലിയെ നനയ്ക്കാനായിട്ട്,
और अब തർപ്പൺ के लिए भी ഇപ്പം അതിന്റെ തർപ്പണത്തിന് വേണ്ടിയിട്ടും അത്രയും വെള്ളം മാത്രമാണ് ആവശ്യമായിട്ടുള്ളൂ. വേ ആധുനിക് പുഷ്ട് ദുഷ്ട ബീജ് ബിൽക്കുൽ നഹി ഹെ. അത് ഇപ്പോഴുള്ള മോഡേൺ ആയിട്ടുള്ള പുഷ്ടിച്ചുള്ള ദുഷ്ടരായിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡ്സ് അല്ല, ഒരിക്കലും അല്ല. വേ ക്രീം പൗഡർ की तरह देह में रासायनिक खाद कीटनाशक मले बड़े बड़े बांधों के डुबाव जल के बाथटब में नहाते नहीं है. ഭാരതത്തിലെ വിത്തുകള് ക്രീമും പൗഡറും വാരി പൊത്തുന്നത് പോലെ രാസായനിക് ഖാദ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും കീടനാശിനികളും ബോഡിയിൽ ഇങ്ങനെ വെച്ച് തേച്ച് ബാന്തു കെ ഡുബാവ് ജൽ കെ ബാത്തബ് മേ, അതായത് ഒരു ഡാം വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നത് പോലെയുള്ള ബീജുകളായിരുന്നില്ല. അതായത് കവി അത് കോൺട്രാസ്റ്റിംഗ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി പണ്ടത്തെ വിത്തുകൾ നനയ്ക്കാനും അതൊരു ചെടിയായിട്ട് മാറാനൊന്നും ഇത്രയധികം ചെലവോ ഇത്രയും അധികം ഹാംഫുൾ ആയിട്ടുള്ള ഇഫക്ട്സ് എൻവയോൺമെന്റിനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ മോഡിഫൈഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡ്സ് വരുന്ന സമയത്ത് അതിന് ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വേണം, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് വേണം. ഇത് കൂടാണ്ട് അത് നനയ്ക്കാൻ ഒരുപാട് വെള്ളം വേണം. അപ്പം അതിനെയാണ് എക്സാജറേറ്റ് ചെയ്തിട്ട് എന്താണ് ബാന്തു കെ ഡുബാവ് ജൽ കെ ബാത്തബ് മേ എന്ന് പറയുന്നത്. ഈ ഒരു ഡാമിൽ എത്ര ആഴുണ്ടോ അത്രയും വെള്ളം നിറഞ്ഞ ഒരു ബാത്തബില് കുളിക്കുന്നവയാണ്, അത്രയും വെള്ളം വേണം ഈ സങ്കർ ബീജ് നനച്ച് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് കവി പറയുന്നത്. അപ്പം ഹൈബ്രിഡ് സീഡ്സ് പ്രൊഡക്റ്റീവ് ആണെങ്കിൽ കൂടിയിട്ടും അതിന് ഒരുപാട് ഹാംഫുൾ ഇഫക്ട്സ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു പോമാണ് ബീജ് വ്യഥ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സമ്മറിയാണ് ഇപ്പൊ നമ്മൾ ഫിനിഷ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.